തന്നേക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതു മുതൽ തുടങ്ങിയ പിണക്കമാണ് ഇ.പി. ജയരാജനെതിരായ നടപടിയിലേക്ക് നയിച്ചതെന്ന വിലയിരുത്തൽ സജീവമാണ്. കണ്ണൂരിലെ CPM-ൽ ഇത് ചലനമുണ്ടാക്കുമോ എന്നതാണ് നിർണായകം. പാർട്ടിയെ ചില സ്വർണ്ണ മുതലാളിമാരുടെ സ്പോൺസർഷിപ്പ് സ്ഥാപനമാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ചിലയിടത്ത് മുഖ്യമന്ത്രിയെ എത്തിക്കുന്നതിന് പോലും ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട്. ഇതിനെല്ലാം ഇടനിലയായി നിൽക്കുന്നത് ആരാണെന്ന് പരിശോധിക്കണം. അദ്ദേഹവുമായി ചില നേതാക്കൾക്കുള്ള പാർട്ടി ബന്ധം അന്വേഷിക്കണമെന്നാണ് ഇ.പി.യുടെ ഒളിയമ്പ്. LDF കൺവീനർ സ്ഥാനത്തു നിന്ന് നീക്കിയ പാർട്ടി നടപടിയെക്കുറിച്ച് പ്രതികരിക്കാൻ ഇ.പി. ഇതുവരെ തയ്യാറായിട്ടില്ല. CPM-ൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കഴിഞ്ഞാൽ ഇ.പി. ജയരാജനായിരുന്നു മുഖ്യൻ. കോടിയേരിയുടെ വിയോഗത്തിനു ശേഷം പാർട്ടി സെക്രട്ടറി സ്ഥാനം കിട്ടുമെന്ന് ഇ.പി. ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ അതുണ്ടായില്ല. പോളിറ്റ് ബ്യൂറോയിലും അവസരം കിട്ടിയില്ല. ഇതോടെ തന്നെ CPM-മായി ഇ.പി. അകന്നിരുന്നു. കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ഇ.പി. ജയരാജന് കടുത്ത അതൃപ്തിയുണ്ട്. സംഘടനാപരമായ നടപടികളിലേക്ക് കൂടി കടന്നാൽ ഇ.പി. പൊട്ടിത്തെറിച്ചേക്കും.